ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സെപ്റ്റംബർ 22 വിശുദ്ധ അഗസ്തീനോസ് യു ചിൻകില്ല. ഒരു അൽമായനാണ് ഇദ്ദേഹം. കൊറിയയിലെ വികാരിയേറ്റിലെ ഒരു അൽമായ വേദപാഠ അധ്യാപകൻ. കല്യാണം കഴിച്ച് ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ജീവിച്ച ഒരാൾ. ഈ അഗസ്റ്റീനോസ് യു ചിൻകിൽ എന്ന് പറയുന്ന ഈ വേദപാഠ അധ്യാപകൻ ഗ്രിഗറി 16 മാർപ്പാപ്പയ്ക്ക് ഒരു എഴുത്തെഴുതി. കൊറിയയിലേക്ക് പ്രേക്ഷിതരെയും പുരോഹിതന്മാരെയും അയക്കണമെന്ന്. അദ്ദേഹം വേദപാഠം പഠിപ്പിക്കുകയും വിശ്വാസ പരിശീലനം നൽകുകയൊക്കെ ചെയ്തു. അതിൻ്റെ പേരിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. വളരെ ക്രൂരമായ വിധത്തിൽ മർദ്ദിക്കപ്പെട്ടു. പിന്നെ കൊല്ലപ്പെട്ടു. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി രക്തം കൊണ്ട് സാക്ഷിയായ കൊറിയക്കാരനായ ഒരു അൽമായനാണ് അഗസ്റ്റീനോസ് യു ചിൻകില്ല. 1791 ജോഡോങ് എന്ന് പറയുന്ന സിയോളിനടുത്തുള്ള ഒരു സ്ഥലത്താണ്, സൗത്ത് കൊറിയയിലാണ് അദ്ദേഹം ജനിച്ചത്. 1839 സിയോളിൽ വെച്ച്, കൊറിയയിലെ സിയോളിൽ വെച്ച് സെപ്റ്റംബർ 22 കൊല്ലപ്പെട്ടത്. തലയേർത്ത് കൊല്ലുമായിരുന്നു. അപ്പോഴും വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറല്ല. നിങ്ങൾക്ക് തന്നെ കൊല്ലാം, പക്ഷേ വിശ്വാസം അത് കളയാൻ പറ്റില്ല. ഇതാണ് വിശ്വാസത്തിൻ്റെ ശക്തി. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതും മരിക്കുന്നതും ആനന്ദകരമായ. കാരണം അവർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ കാണാൻ പറ്റും, ഈ ഇഹലോക ജീവിതത്തിനപ്പുറത്തുള്ള ആ ജീവിതത്തിൻ്റെ അതിൻ്റെ അന്തസ്സ്, അല്ലെങ്കിൽ അതിൻ്റെ തേജസ്. അതാണ് നല്ല വാക്ക്, തേജസ്. ഈ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ആവർത്തിച്ച് പറയുന്ന സംഗതിയുണ്ട്. നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തേജസ്സിൽ പങ്കാളിയാകുക എന്നുള്ളതാണ്. നമ്മുടെ ആത്യന്തിക ജീവിത ലക്ഷ്യം, ക്രിസ്ത്യാനിയുടെ ആത്യന്തിക ജീവിത ലക്ഷ്യം ദൈവത്തിൻ്റെ തേജസ്സിൽ പങ്കാളിയാകുക എന്നുള്ളത്. പങ്കാളി, പാർട്ട്ണർ ആകുക എന്നുള്ളതാണ്. ആ ദൈവിക തേജസ് ഇവർക്ക് മുൻകൂട്ടി കാണുകയാണ് വിശ്വാസത്തിലൂടെ. അതുകൊണ്ടാണ് ഈ മരിക്കേണ്ടി വന്നാലും വിശ്വാസം ഉപേക്ഷിക്കാൻ അവർ തയ്യാറാകത്തന്നെ കാരണം. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ സുവിശേഷം എവിടെയൊക്കെ പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ ഈ വിശുദ്ധരുടെ ഓർമ്മയ്ക്കായിട്ട് പ്രസ്താവിക്കണമെന്ന് കർത്താവിൻ്റെ കൽപ്പനയുണ്ട്. മർക്കോസ് 14:9. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ സുവിശേഷം പ്രഘോഷിക്കുന്ന ലിറ്റർജിയിലും അല്ലാത്തിടത്തൊക്കെ വിശുദ്ധരുടെ ഓർമ്മകൾ അവരുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുന്നത്. അത് കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ചെയ്യുന്നത്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് വെളിപാട് പുസ്തകം 8-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങൾ പറയുന്നുണ്ട്. വിശുദ്ധരുടെ രക്തസാക്ഷികളുടെ മധ്യസ്ഥം വെളിപാട് പുസ്തകം 6-ാമത്തെ അധ്യായം 9 മുതൽ 13 വരെ വാക്യങ്ങൾ പറയുന്നുണ്ട്. വിശുദ്ധർ സ്വർഗത്തിൽ ആരാധന സംബന്ധിക്കുന്നുവെന്ന് വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവരാണ് രക്തസാക്ഷികൾ. ഈ അഗസ്തീനോസ് യു ചിൻകിൽ എന്ന് പറയുന്ന ആളും അങ്ങനെ തന്നെ. അദ്ദേഹം മറ്റു വിശുദ്ധരും എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത അത്രയധികം വിശുദ്ധര് കുരുത്തോലയും പിടിച്ച് സ്വർഗത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നു. ഇതൊക്കെ വെളിപാട് പുസ്തകം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്കും വിശുദ്ധരായി ജീവിക്കാനും വിശുദ്ധരായി മരിക്കാനും ഈ സ്വർഗത്തിൽ ആരാധനയിൽ അവരോടൊപ്പം ചേരാനുള്ള മോഹമുണ്ടാകണം. അതിനനുസരിച്ച് ജീവിക്കാനുള്ള പ്രാർത്ഥനകളും ജീവിതശൈലിയും ഉണ്ടാകണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.